നമസ്കാരം. പ്രധാന വാർത്തകൾ. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തറക്കല്ലിടും. കൽപ്പറ്റ നഗരത്തിനടുത്ത് സർക്കാർ ഏറ്റെടുത്ത എലസ്റ്റൺ എസ്റ്റേറ്റ് ഭൂമിയിലാണ് വൈകിട്ട് 4 മണിക്ക് തറക്കല്ലിടൽ ചടങ്ങ് നടക്കുക. 26.56 കോടി രൂപ സർക്കാർ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചതോടെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഏകോപനത്തോടുകൂടി ഭൂമി ഏറ്റെടുക്കാനുള്ള അടിയന്തര നടപടികൾ പൂർത്തിയാക്കിയത്. ഡിസംബറോടെ വീട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ടൗൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം ഏറ്റെടുത്ത ഊരാളുങ്കൽ സൊസൈറ്റിയുടെ തീരുമാനം. പത്തനംതിട്ടയിൽ ATM തകർത്ത് പണം കവരാൻ ശ്രമം. ചിത്രമടക്കം ഓഫീസിലേക്ക് ഉടനടി സന്ദേശം. ഗ്രാമീൺ ബാങ്കിന്റെ ATMിലാണ് മോഷണ ശ്രമം നടന്നത്. മോഷണ ശ്രമം നടത്തിയയാളുടെ ചിത്രം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കലഞ്ഞൂർ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപമുള്ള കേരള ഗ്രാമീൺ ബാങ്കിന്റെ ATM ആണ് തകർക്കാൻ ശ്രമിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 12:30ഓടെയാണ് സംഭവം. തകർക്കാൻ ശ്രമിച്ചയാളുടെ ചിത്രം ATMിലെ ക്യാമറയിൽ പതിയുകയും ഉടൻ ഈ ചിത്രം ഉൾപ്പെടെ ഓഫീസിലേക്ക് സന്ദേശമെത്തുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത്. 45 വയസ്സ് പ്രായമുള്ള പച്ച നിറത്തിലുള്ള ഷർട്ട് ധരിച്ച ആളാണ് മോഷണ ശ്രമം നടത്തിയതെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കൂടൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മദ്യപാനം ചോദ്യം ചെയ്തു. ഡിവൈഎഫ്ഐ നേതാവിനെ ലഹരി സംഘം കുത്തിവീഴ്ത്തി. തിരുവനന്തപുരത്താണ് സംഭവം. കുമാരപുരം മേഖലാ യൂണിറ്റ് സെക്രട്ടറി പ്രവീൺ ജി ജയിക്കിനാണ് പരിക്കേറ്റത്. സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കുത്തുകയായിരുന്നു. കഴുത്തിലും തലയിലും കുത്തേറ്റു. മദ്യപാനം ചോദ്യം ചെയ്താണ് പ്രകോപന കാരണമെന്നാണ് വിവരം. ബൈജു, ചന്തു എന്നിവരാണ് ആക്രമിച്ചതെന്നാണ് വിവരം. കൊലപാതക ശ്രമം അടക്കം കേസുകളിൽ പ്രതിയാണ് ചന്തു. ബൈജുവിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രവീൺ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തോണി മറിഞ്ഞു. തിക്കോടിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ യുവാവ് മരിച്ചു. 2 പേർക്ക് പരിക്ക്. തിക്കോടി കോടിക്കൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോയ തോണി മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. കോടിക്കൽ പുതിയ വളപ്പിൽ പാലാകുളങ്ങര ഷൈജു ആണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. പരിക്കേറ്റ പീടികവളപ്പിൽ ദേവദാസൻ, പുതിയ വളപ്പിൽ രവി എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഇവർ മത്സ്യബന്ധനത്തിനായി പുറംകടലിലേക്ക് പോയത്. ശക്തമായ കാറ്റിലും കോളിലും തോണി മറിയുകയായിരുന്നു. ആലപ്പുഴ ബൈപ്പാസിലെ ഗട്ടറുകൾ തകർന്നു വീണ സംഭവം. 3 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പ്രൊജക്ട് മാനേജർ, എഞ്ചിനീയർമാർ എന്നിവർക്കെതിരെയാണ് നടപടി. നിർമ്മാണ സ്ഥലം ഇടവേളകളിൽ പരിശോധിക്കുന്നതിൽ ഇവർ വീഴ്ച വരുത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കൂടാതെ ഉദ്യോഗസ്ഥർ സ്ഥലം നേരിട്ട് സന്ദർശിച്ചിട്ടില്ലെന്നും മൊബൈൽ ഫോണിലൂടെയായിരുന്നു തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അന്വേഷണം പൂർത്തിയാവുന്നതുവരെ ഇവരെ സസ്പെൻഡ് ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 3-നായിരുന്നു ആലപ്പുഴ ബൈപ്പാസിന്റെ ബീച്ച് ഭാഗത്തെ നിർമ്മാണത്തിലിരുന്ന ഉയരപ്പാതയുടെ ഗട്ടറുകൾ തകർന്നു വീണത്. അപകടത്തിൽ 4 ഗട്ടറുകളാണ് നിലം പതിച്ചത്. ആളപായം ഇല്ലായിരുന്നു.